നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കായിക പരിശീലനം നടത്തുന്ന കുട്ടികൾക്കുള്ള പോഷകാഹാര വിതരണം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ ഇ.പി. അജയ് ഘോഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് ഇംപ്ലിമെന്റ് ഓഫീസർ സൽമ പദ്ധതി വിശദീകരണം നടത്തി. കഴിഞ്ഞ ഒരു വർഷമായി വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ബൈക്ക ജൂനിയേഴ്സ് എന്ന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലെ കുട്ടികൾക്കാണ് പോഷകാഹാര വിതരണം നടത്തിയത്. കോച്ചുമാരായ മണികണ്ഠൻ വലപ്പാട്, ഭരതൻ വലപ്പാട്, വിനോദ് കുമാർ, കേശവൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് മെമ്പർമാരായ പ്രഹർഷൻ, അജ്മൽ ഷെരീഫ്, രക്ഷിതാക്കളായ കണ്ണൻ വലപ്പാട്, ഷിനോയ്, സലീഷ് വലപ്പാട്, ഷിനോജ്, രാജൻ, ഷിബിൻ കെ.എം, വിജയലക്ഷ്മി ഇ.ജി, രാധിക ടി.കെ, ഹെന്ന എ.എം, മനീഷ, രാധാകൃഷ്ണൻ, സന്ധ്യ ഇ.എസ്, സുലോചന എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ബാലവേദി നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾ നടത്തി. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കരോൾ തൃപ്രയാർ സെന്റ് ജൂഡ് പള്ളിയിൽ അവസാനിച്ചു. കരോളിന്റെ ഉദ്ഘാടനം മുൻ എം.എൽ.എ. ഗീതാ ഗോപി നിർവഹിച്ചു. ജിഹാസ് നാട്ടിക അധ്യക്ഷത വഹിച്ചു. ബാലവേദി ജില്ലാ കോർഡിനേറ്റർ സജിന പർവിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. ബാലവേദി നാട്ടിക ലോക്കൽ കമ്മിറ്റി കൺവീനർ സീമ രാജൻ, CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണി നാട്ടിക, അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലൻ പറമ്പിൽ, ബാലവേദി ജില്ലാ കമ്മിറ്റി അംഗം S. ആനന്ദ്, ബാലവേദി മണ്ഡലം ട്രഷറർ സീന കണ്ണൻ, VV പ്രദീപ്, TC ഉണ്ണികൃഷ്ണൻ, വിജയരാഘവൻ തട്ടുപറമ്പിൽ, രജനി അനിൽകുമാർ, കണ്ണൻ രാമനാഥൻ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര നൃത്ത സംഗീതോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ദക്ഷിണാമൂർത്തി നാദപുരസ്കാരം ഗായിക പത്മശ്രീ അനുരാധ പൊഡ്വാളിനും ദേവസ്ഥാനം കർമ്മശ്രേഷ്ഠ പുരസ്കാരം പ്രമുഖ ആയുർവേദാചാര്യൻ ഡോക്ടർ KG രവീന്ദ്രനും നൽകി ആദരിച്ചു. യഥാക്രമം 1 ലക്ഷം രൂപയും 50,000 രൂപയും പ്രശസ്തി പത്രവും വിഷ്ണുമായ ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. ദേവസ്ഥാനം ഗരുഡ സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ ഭരണതന്ത്രജ്ഞനുമായ K. ജയകുമാർ IAS ദക്ഷിണാമൂർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. നേരത്തെ ഭദ്രദീപ പ്രോജ്വലനത്തോടെയാണ് ചടങ്ങുകൾ സമാരംഭിച്ചത്. ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ, വേണുഗോപാൽ, ദേവദാസ്, സ്വാമിനാഥൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് പത്മശ്രീ അനുരാധ പൊഡ്വാൾ, കവിത പൊഡ്വാൾ പാർട്ടിയുടെ ഭജൻ സന്ധ്യ നടന്നു. അക്ഷയശ്രീ തളിക്കുളം റീജിയണൽ സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. തളിക്കുളം വികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം അക്ഷയശ്രീ സംസ്ഥാന ട്രസ്റ്റ് മെമ്പർ അനിൽ പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജിനോ പൊയ്യാറ അധ്യക്ഷത വഹിച്ചു. സംരംഭകത്വവും സാമൂഹിക നേതൃത്വവും എന്ന വിഷയത്തെക്കുറിച്ച് വിൻവേൾഡ് ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് S. ജയസൂര്യൻ ക്ലാസ് എടുത്തു. KR രമണൻ, KR അർജുനൻ, വാർഡ് മെമ്പർമാരായ ഷാജി ആലുങ്ങൽ, ബിന്നി അറയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അക്ഷരോത്സവം വലപ്പാട് ചന്തപ്പടിയിലെ കഴിമ്പ്രം വിജയൻ സ്മാരക ഓപ്പൺ സ്റ്റേജിലും KC വാസു സ്മാരക ഹാളിലുമായി നടന്നു. മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജുള അരുൺ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷനായി. സെക്രട്ടറി KA വിശ്വംഭരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മല്ലിക ദേവൻ, അക്ഷരോത്സവം കോർഡിനേറ്റർ VV ചിദംബരൻ, KK രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് VD പ്രംപ്രസാദ്, PV ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഹാരി ഫാബി നിർവഹിച്ചു. താലൂക്കിലെ 10 പഞ്ചായത്തുകളിൽ നിന്നും 2 മുനിസിപ്പാലിറ്റികളിൽ നിന്നുമായി 300-ൽ പരം കലാപ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. കഴിവുള്ള മറ്റാളുണ്ടാവുമ്പോൾ നമ്മളെ സന്തോഷിക്കുന്നു. ആ ആൾക്ക് കിട്ടിയിട്ടുള്ള 1-ാം സമ്മാനം നമുക്ക് 2-ാം സമ്മാനമാണെങ്കിൽ ആ 1-ാം സമ്മാനം കിട്ടിയാൽ നമ്മൾ അഭിനന്ദിക്കുന്നു. തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ 1-ാം സ്ഥാനം നേടിയ വൈഷ്ണവ് MS-നെ DYFI മണലൂർ ഹൈസ്കൂൾ യൂണിറ്റ് ഉപഹാരം നൽകി ആദരിച്ചു. DYFI മേഖലാ പ്രസിഡന്റ് അരുൺ ആനന്ദ്, യൂണിറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദേവാനന്ദ, വിജയൻ, ഉണ്ണികൃഷ്ണൻ, നിവേദ്, അമീഷ രാജു എന്നിവർ പങ്കെടുത്തു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തിയ യൂത്ത് മാർച്ചിന് ആവേശോജ്വല സ്വീകരണം.
ജാഥ ക്യാപ്റ്റൻ AM സ്നൗഫൽ, വൈസ് ക്യാപ്റ്റൻ നൌഷാദ് തെരുവത്ത്, ഡയറക്ടർ KK സക്കരിയ, കോർഡിനേറ്റർ AV അലി എന്നിവരുടെ നേതൃത്വത്തിൽ തൃപ്രാരിൽ നിന്നും തുടങ്ങിയ മാർച്ച് വാടാനപ്പള്ളിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് PM സാദിഖ് അലി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, PK ഷാഹുൽ ഹമീദ്, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ അസീസ് മന്ദലാങ്കുന്ന്, TA ഫഹദ്, ഷബീർ പാർമൽ, PJ ജഫീഖ്, സജീർ പുന്ന, MSF സംസ്ഥാന സെക്രട്ടറി SA അൽ റസീൻ, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് BK സമീർ തങ്ങൾ, ജനറൽ സെക്രട്ടറി VM മുഹമ്മദ് സമാൻ, ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് RA അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് TN പ്രതാപൻ MP ജാഥ ക്യാപ്റ്റനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. നാട്ടികയിൽ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, ജനറൽ സെക്രട്ടറി റഹ്മത്ത് അലി തളിക്കുളം, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് KA കബീർ എന്നിവരുടെ നേതൃത്വത്തിലും തളിക്കുളത്ത് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി റഹ്മത്ത് അലി, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിലും ജാഥയെ സ്വീകരിച്ചു. രാജ്യം സ്വതന്ത്രമായത് മുതൽ ജനാധിപത്യത്തിൽ, മതേതരത്വത്തിൽ അഭിമാനം കൊള്ളുകയും രാജ്യത്തിന്റെ മുഖമുദ്രയായി അവ സ്വീകരിക്കുകയും നാളിതുവരെ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനമായി നമ്മുടെ രാജ്യം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതിനപ്പുറം മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ദേശവിളക്കാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോലാട്ട് അധ്യക്ഷത വഹിച്ചു. കാരമുക്ക് ശ്രീരാഗം നൃത്തസംഗീത വിദ്യാലയം, മണലൂർ ശ്രീ സൂര്യ നൃത്തസംഗീത വിദ്യാലയം, മണലൂർ നീലാഞ്ചനം നൃത്തസംഗീത വിദ്യാലയം, മണലൂർ നാട്ടരാജ നൃത്തസംഗീത വിദ്യാലയം എന്നിവയുടെ നൃത്തങ്ങൾ അരങ്ങേറി. സുനിൽ കൊച്ചത്ത്, ആദർശ് വൈശാഖ്, രഞ്ജിത്ത്, രമ്യ ബൈജു, സുജ സൂര്യൻ, സുധീർ പൊറ്റേക്കാട്ട്, MT തജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.